ബൈക്ക് റേസിംഗിൽ അത്ഭുതങ്ങൾ തീർക്കുന്ന ഒരു മലപ്പുറംകാരനെ പരിചയപ്പെടാം ഇനി. പങ്കെടുത്ത റേസിംഗ് ചാമ്പ്യൻഷിപ്പുകളിലെല്ലാം ഒന്നാമനാണ് മാറഞ്ചേരി സ്വദേശി ശരത് മോഹൻ. ഡക്കാർ ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനായുള്ള അപൂർവ അവസരം ലഭിച്ചതിനെ തുടർന്ന് ദുബായിൽ കഠിന പരിശീലനത്തിലാണ് ഇപ്പോൾ ശരത്. ബൈക്ക് റേസിംഗിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന ദാക്കാർ റാലി. ഈ ദാക്കാർ റാലിയിൽ ഇത്തവണ അഭിമാനമാകാൻ ഒരു മലപ്പുറംകാരനുണ്ട്. ഡക്കാർ റാലി ബൈക്ക് റേസർമാരുടെ സ്വപ്ന മത്സരവേദി. ലോകമെമ്പാടുമുള്ള ബൈക്ക് റേസർമാർ അരയും തലയും മുറുക്കിയെത്തുന്ന ആ മത്സര കളരിയിലേക്ക് ഇത്തവണ ഈ മലപ്പുറംകാരനുണ്ടാകും ലോക ബൈക്ക് റേസറാകാൻ. ഇന്ത്യയിൽ MRF നാഷണൽ സൂപ്പർ ക്രോസ് ചാമ്പ്യൻഷിപ്പ് അടക്കമുള്ള മത്സരങ്ങളിലും ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പിലും വിജയിയായി അബുദാബിയിലെ ഡെസേർട്ട് ചാലഞ്ചിൽ പങ്കെടുത്ത ആദ്യ മലയാളി മത്സരാർത്ഥി എന്നതുൾപ്പെടെയുള്ള നിരവധി നേട്ടങ്ങൾ സ്വന്തം പേരിൽ ഉറപ്പിച്ചാണ് ശരത് ഡക്കാർ റാലിയിൽ പങ്കെടുക്കാൻ എത്തുന്നത്. കൃത്യമായ പരിശീലനവും അർപ്പണബോധവും ഒന്നുകൊണ്ട് മാത്രമാണ് ഈ 28കാരൻ ഈ വലിയ നേട്ടത്തിന് ഒരുങ്ങുന്നത്. 12 ദിവസങ്ങളിലായി 10,000 കിലോമീറ്ററാണ് ഡക്കാർ റാലിയിൽ പങ്കെടുക്കുന്നവർ താണ്ടേണ്ട ദൂരം, അതും മരുഭൂമിയിലൂടെ. സഞ്ചരിക്കേണ്ട വഴികളുടെ മാപ്പ് മാത്രം മുന്നിലുണ്ടാകും. ദൂരവും സ്ഥലവും സ്വയം മനസ്സിലാക്കി മരുഭൂമിയിലെ പൊടിക്കാറ്റും ഗർത്തങ്ങളും കയറ്റങ്ങളും ഉൾപ്പെടെ മുന്നിലെ സകല പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഫിനിഷ് ചെയ്യണം. മരുഭൂമിയെ മനസ്സുമായി ലയിപ്പിച്ചു വേണം ബൈക്കുമായി പറക്കാൻ. കൃത്യമായ പരിശീലനവും മനക്കരുത്തുമുള്ളവർക്ക് മാത്രം സാധ്യമാകുന്ന ഈ ലോക നേട്ടത്തിനരികെയാണ് ഇന്ന് ശരത്. മോട്ടോക്രോസിനെക്കാട്ടി എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് റാലിയാണ്. കാരണം റാലി കുറച്ചുകൂടി ചാലഞ്ചിങ് ആണ്. കുറേ ദൂരം നമ്മൾ ഒറ്റയ്ക്ക് ഓടിക്കണം. അപ്പോൾ ആ ഒരു ചാലഞ്ചസും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓഫ് ആ സ്പീഡ്, റാലിയുടെ സ്പീഡ് മോട്ടോക്രോസിലില്ല. മോട്ടോക്രോസിൽ മാക്സിമം നമുക്ക് 120 വരെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. റാലിയിൽ 160 വരെ ചെയ്യാം. പിന്നെ നമ്മൾ ഓടിച്ച സെയിം സ്ഥലത്തിൽ കൂടെ അല്ല ഓടിക്കുന്നത്. എപ്പോഴും എല്ലാ ദിവസവും പുതിയ റൂട്ടുകളായിരിക്കും. പിന്നെ ഡെസേർട്ടിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ ആ ചാലഞ്ചസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എന്നെ റാലി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് എനിക്ക്. കഠിനാധ്വാനത്തോടൊപ്പം വലിയ സാമ്പത്തികവും ആവശ്യമുള്ള മേഖലയാണിത്. നിലവിൽ പരിശീലനങ്ങൾക്കും മറ്റുമുള്ള പണം ശരത് സ്വയം കണ്ടെത്തുകയാണ്. എങ്കിലും തന്റെ കഴിവും താല്പര്യവും മനസ്സിലാക്കി സ്പോൺസർഷിപ്പ് നൽകി തന്നെ പിന്തുണയ്ക്കാൻ ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയാണ് ഇന്ന് ശരത്തിനുള്ളത്. ഓഫ്കോഴ്സ് നല്ലൊരു സ്പോൺസർ കിട്ടുകയാണെങ്കിൽ എനിക്ക് ഇപ്പോൾ ഈ വരുന്ന ദാക്കാറിൽ നന്നായി കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. ഓഫ്കോഴ്സ് ഞാൻ എൻ്റെ സ്കിൽസിൽ കോൺഫിഡൻ്റ് ആണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഡെസേർട്ടിൽ നല്ല സ്പീഡ് ഉണ്ട്. അത് ചിലപ്പോൾ നാച്ചുറലായിരിക്കാം. അപ്പോൾ നാച്ചുറൽ സ്പീഡ് ഉണ്ട്. അപ്പോൾ ഓഫ്കോഴ്സ് എൻ്റെ അവിടുത്തെ ട്രെയിനിങ് വരുന്ന അപ്കമിങ് റാലിയിലൊക്കെ നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നു. അതേപോലെ തന്നെ എനിക്ക് ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് നല്ലൊരു സ്പോൺസർ കിട്ടാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്കൊരു പുതിയ ബൈക്കിലേക്ക് എത്താൻ പറ്റും. അതേപോലെ തന്നെ എൻ്റെ റേസിംഗ് കുറേയും കൂടിയും ഈസി ആയിരിക്കും. എനിക്ക് ട്രെയിനിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ശരത് മോഹൻ്റെ തീവ്ര പരിശീലനം തുടരുകയാണ്. 2025 ജനുവരിയിൽ സൗദി അറേബ്യയിൽ നടക്കുന്ന ധാക്കാർ റാലിയിൽ ഓരോ മലയാളിക്കും അഭിമാനമാകാൻ ഈ മലപ്പുറംകാരന് സാധിക്കട്ടെ. ദുബായിൽ നിന്നും അരുൺ പാറാട്ട്, 24. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതെ, ശരത്തിന് എന്തായാലും സ്വപ്നം പോലെ ഒരു ബൈക്ക് ലഭിക്കട്ടെ. ചാമ്പ്യൻഷിപ്പിൽ നേട്ടമുണ്ടാക്കാനാവട്ടെ. ഓൾ ദി ബെസ്റ്റ്.